ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസം എന്ന് പറയുമ്പം എനിക്ക് പ്രത്യാശയുള്ള എനിക്ക് ഒരിക്കൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് മരിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ശാന്തമായിട്ടിരിക്കാൻ, എൻ്റെ മനസ്സും ശരീരവും ശാന്തത എന്നെ അനുഭവിക്കാൻ എന്നുള്ള ഒരു കൃപ, ഒരു അവസരം ഈശോ എനിക്ക് ഒരുക്കി തരും. എൻ്റെ മരണം വരെ അത് നീണ്ടു നിൽക്കും. മാറുമോ ഇല്ലയോ ഒന്നും ഈശോയുടെ ഹിതം എന്നാന്ന് എനിക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് അറിയില്ല. ഇത് മാറുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെ ദിവസം വരുന്ന ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പ്രത്യാശയുണ്ട്, അറിയാം എനിക്ക് പറ്റും. അതാണ് വിശ്വാസം. അല്ലാതെ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുക, ഈശോയെ ഇത് മാറ്റി തരണേ, അല്ലെങ്കിൽ നീ എന്തിനാ എനിക്കിത് അനുവദിച്ച്, എന്തിനാ എനിക്ക് തന്നു, അങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യാതെ ഈശോയുടെ കുരിശ് ചുമക്കാൻ, ഈശോ ചുമന്ന ഭാരമുള്ള കുരിശിൽ ചുമക്കാൻ എന്നെയും കൂടെ വിളിച്ചിരിക്കുക. അങ്ങനെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ നിങ്ങളിൽ പലരും പല അസ്വസ്ഥതകളും ശാരീരിക മാനസികമായ അസ്വസ്ഥതകൾ നേരിടുന്നവരും മറ്റുള്ളവരറിയാതെ മറ്റുള്ളവരറിയുന്നു കാണുകയുള്ളതും പറ്റാത്തതുമായ അസ്വസ്ഥതകളുണ്ടായിരിക്കും. അപ്പം എല്ലാവർക്കും അവരവരുടെ വിഷമം വലുതാണ്. എനിക്ക് എൻ്റെ വിഷമം വലുതാണ്. ഇവൻ മറ്റുള്ള മുന്നിൽ ചെറുതാണോ വലുതാണോ എനിക്കറിയില്ല. എല്ലാവർക്കും അവരവരുടെ വിഷമം വലുതാണ്. പക്ഷേ എന്താ പറയുക, ഇതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് നീങ്ങാൻ എന്നെ പ്രേരിപ്പിക്കുന്ന, എന്നെ കൂടുതലും എൻഗേജ്ഡ് എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്യുന്ന എൻ്റെ ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ ഡൗൺ ആകുമ്പോഴൊക്കെ ആണെങ്കിലും, സൈക്കോളജിക്കലി ഡൗൺ ആകുമ്പോഴാണേലും ഒന്ന് എന്നെ അപ്ലിഫ്റ്റ് ചെയ്യാൻ, സ്പിരിച്വലി അപ്ലിഫ്റ്റ് ചെയ്യാനും ഒന്ന് മാനസികമായി ഉയർത്താനും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ ഫാമിലി, എൻ്റെ അച്ചാച്ചനും അമ്മ, എൻ്റെ 2 കണ്ണുകളായ എൻ്റെ അച്ഛനും അമ്മയും. അവരിലൂടെ ഈശോയെ ഞാൻ അവരിലൂടെ കാണുകയാണ്, അവരിലൂടെ സ്പർശിക്കുക ഈശോയെ ഞാൻ, അവരിലൂടെ ഈശോയുടെ സ്നേഹത്തെ ഞാൻ അറിയുന്നു.